അതാണ് ആന്റണി രാജു എം.എൽ.എ ആണ് സംസാരിച്ചത്. എല്ലാ രീതിയിലുമുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വി വിനോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടുവന്നത്. ഞാൻ ഡാൻ കുര്യനിലേക്ക് ഒന്ന് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ വലതുവശത്ത് കാണുന്ന ദൃശ്യങ്ങൾ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. കുട്ടിയുടെ ബന്ധുവാണ് ദൃശ്യങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഡാൻ, വലിയ സങ്കടത്തിലാണ് അവരുള്ളത്. നമുക്കറിയാം, ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ, നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്നവർ, ഇത്തരത്തിലുള്ള നാടോടികളൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രദേശമാണ് ഈ പേട്ട ഭാഗം. സിഗ്നലുകളിലൊക്കെ ചെറിയ ജോലികളൊക്കെ ചെയ്ത് അവരവിടെ കുടുംബം കഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണുള്ളത്. ഈ ടെന്റ് കെട്ടിയാണ് രാത്രി കിടന്നുറങ്ങുന്നത്. അവിടെ ഈ നാടിനെ വിശ്വസിച്ച് സ്വന്തം കുടുംബവുമായി കിടന്നുറങ്ങിയ ഒരച്ഛൻ്റെ അടുത്തു നിന്നുമാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഉത്തരവാദിത്വവുമുണ്ട്. എന്താണ് അവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ? അശ്വതി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കുഞ്ഞിനെ, മേരി എന്ന 2 വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ സ്ഥലത്താണ്. ഇവിടെ ഈ പായിലാണ് പിതാവിനും മാതാവിനും സഹോദരങ്ങൾക്കും ഒപ്പം മേരി ഉറങ്ങിക്കിടന്നത്. ഇവിടെ നിന്നാണ് ഈ 2 വയസ്സുകാരിയെ 2 അംഗ സംഘം ഇന്നലെ അർദ്ധരാത്രി തട്ടിക്കൊണ്ടുപോയത്. അതിന് സമീപത്ത് നമുക്കറിയാം, ഈ കുഞ്ഞിന്റെ കളിപ്പാട്ടങ്ങൾ, അതോടൊപ്പം തന്നെ അവരുടെ മറ്റ് വീട്ടു സാധനങ്ങൾ, അതോടൊപ്പം അവരുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്. ഈ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന ഒരു തങ്ങൾ വളരെ കരുതലോടെ സ്നേഹിച്ചിരുന്ന ഒരു 2 വയസ്സുകാരിയെ നഷ്ടമായതിന്റെ, അപ്രതീക്ഷിതമായി നഷ്ടമായതിന്റെ വേദന അവരുടെ മുഖത്തുണ്ട്. അവർ മലയാളം അത്ര വശമുള്ള ആളുകളല്ല, എങ്കിലും അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം എത്രത്തോളം വേദനയോടെയാണ് ഈ ഒരു സാഹചര്യത്തെ അവർ നേരിടുന്നത് എന്ന കാര്യം. അതിന് സമീപത്ത് 2 കൊച്ചു കുഞ്ഞുങ്ങൾ ഇതൊന്നും അറിയാതെ ഈ വെയിലത്ത് ഈ ചൂടേറ്റ് കിടന്ന് ഉറങ്ങുന്നുമുണ്ട്. അതുപോലെ ഉറങ്ങിയ 2 വയസ്സുകാരി മേരിയെയാണ് ഇന്നലെ അജ്ഞാതരായ 2 അംഗ സംഘം ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. ഒരു വശത്ത് പോലീസ് മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ സമീപത്തുണ്ടായിരുന്ന ഇവരുടെ ബന്ധുക്കൾ, സമീപത്തുള്ള മറ്റ് ആളുകൾ, അവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിന് പുരോഗതി ഉണ്ടാകുന്ന തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിക്കുമോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ 9 മണിക്കൂർ പിന്നിടുമ്പോഴും കൃത്യമായി അന്വേഷണത്തിൽ നിർണായകമാകുന്ന തരത്തിലുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു അല്പസമയം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ ബ്രഹ്മോസിന് സമീപത്ത് തന്നെ വിജനമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഓർഫൻസ് കോളേജിനടുത്ത്, രാജ്യാന്തര വിമാനത്താവളത്തിനടുത്തേക്ക്, അവിടങ്ങളിലെ ചതുപ്പ് നിരങ്ങളിൽ അടക്കം വ്യാപകമായ പരിശോധന നടക്കുന്നു. പോലീസിന്റെ ഡോഗ് സ്ക്വാഡ് അടക്കം ഇവിടെ എത്തിച്ചുകൊണ്ടാണ് ഈ പരിശോധനകൾ അവർ കാര്യമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഏത് വിധേനയും അപകടങ്ങളൊന്നും കൂടാതെ ഈ കുഞ്ഞിനെ വീണ്ടെടുക്കുക എന്ന ശ്രമകരമായ ദൌത്യത്തിന് പോലീസ് നേതൃത്വം നൽകുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ, അതോടൊപ്പം തന്നെ വലിയതുറ ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ, അവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിവിധ ഇടങ്ങളിൽ തിരിഞ്ഞ് ഈ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് ആരാണ് എന്നതിനെ സംബന്ധിച്ച സൂചനകൾ ലഭിക്കുന്ന തരത്തിലുള്ള നിർണായകമായ വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അതാണ് ഡാൻ നേരത്തെ പറഞ്ഞതുപോലെ സമയം അത് നിർണായകമാണ്, അല്ലെങ്കിൽ അത് വെല്ലുവിളിയാണ് അന്വേഷണ സംഘത്തിന്. മറ്റൊന്ന് സ്ഥലം. നേരത്തെ ആന്റണി രാജു എം.എൽ.എ ഒക്കെ സംസാരിക്കുമ്പോൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇവിടെ നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും പോകാം എന്നുള്ളതാണ്. ഒന്ന്, വിജനമായ സ്ഥലമാണ്. 2, ഇവിടെ നിന്നും വളരെ അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ. ഒപ്പം ദേശീയപാതയിലേക്ക് വരാനും വളരെ എളുപ്പമാണ്. അവിടെ നിന്ന് കൊല്ലത്തേക്കോ അല്ലെങ്കിൽ കൊല്ലം റൂട്ടിലേക്കോ അല്ലെങ്കിൽ കന്യാകുമാരി ആ ഭാഗത്തേക്കോ ഒക്കെ പോകാനുള്ള സാധ്യത ആണിപ്പോൾ പോലീസ് കാണുന്നത്. എല്ലാ രീതിയിലുമുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അത് ഏത് രീതിയിലാണ്? അത് തുടങ്ങിയിട്ടുണ്ടോ? നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, ഈ അത്തരത്തിൽ പരിശോധനകൾ എല്ലാ സ്ഥലത്തേക്കും വ്യാപിപ്പിക്കുന്നു എന്ന് പോലീസ് പറയുമ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയത് എന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടുകയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ. അവിടെയാണ് കൃത്യമായി ഈ കുടുംബത്തോട് ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഈ പ്രതികാരമോ ഒക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായി ആരെങ്കിലും ചെയ്തതാണ്. അത്തരത്തിൽ ഉള്ള സാധ്യത വളരെ വിരളമാണ് എന്ന് തന്നെ പോലീസ് ഉറപ്പിക്കുന്നുമുണ്ട്. പിന്നീട് അവരുടെ മുമ്പിലുള്ള ഒരു സാധ്യത ഈ നാടോടി സംഘങ്ങളെ
കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ്. അതായത് അത്തരത്തിൽ ഇത്തരത്തിൽ ഇവർ ഇവിടെയാണ് താമസിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഈ നാടോടി സംഘങ്ങളിൽ ഉൾപ്പെട്ട ആരെങ്കിലും തന്നെയാണോ ഈ മേരിയെ തട്ടിക്കൊണ്ടുപോയത്, അതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പരിശോധിക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ എത്തിയിരിക്കുന്ന ഈ നാടോടി സംഘങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം, അത് ഒരു സംഘം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള പരിശോധനകൾ പുരോഗമിക്കുന്നു. അതോടൊപ്പം ഈ അന്വേഷണത്തിൽ പ്രധാനമായി പോലീസിന് വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് ഒരു തരത്തിലും ഉള്ള ദൃശ്യങ്ങളും വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ റോഡിന് സമീപത്തു നിന്നൊന്നും. അത് തന്നെയാണ് പോലീസിന് ഈ അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. കാരണം ഈ കുഞ്ഞിനെ അതിന്റെ കുടുംബങ്ങൾക്കൊപ്പം അവർ ഈ ചില സ്ഥലങ്ങളിൽ ചായക്കടകളിലൊക്കെ പോയതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഈ തട്ടിക്കൊണ്ടു പോയത് ആരാണ് എന്ന് കൃത്യമായി കണ്ടെത്തുന്ന തരത്തിലേക്കുള്ള CCTV ദൃശ്യങ്ങളൊന്നും ഇത്രയധികം മണിക്കൂറുകൾ പിന്നിടുമ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് പോലീസിന് മുമ്പിൽ ഈ ദൌത്യം ദുഷ്കരമാക്കി മാറ്റുന്നത്. ഈ കുഞ്ഞിന് മറ്റ് അപായങ്ങളും അപകടങ്ങളും ഒന്നും സംഭവിക്കാതെ കുഞ്ഞിനെ കണ്ടെത്തുക എന്ന ഒരു വലിയ വെല്ലുവിളിയുണ്ട്. ആ വലിയ ശ്രമകരമായ ദൌത്യത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം മുഴുവൻ ഈ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ 9 മണിക്കൂർ പിന്നിടുമ്പോഴും കാര്യമായ പുരോഗതി ലഭിക്കുന്ന തരത്തിലേക്ക് ഈ നിർണായകമായ വിവരങ്ങളൊന്നും കുഞ്ഞ് എവിടെയാണ്, അല്ലെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയവർ ആരാണ് എന്നതിനെ സംബന്ധിച്ച സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. അതാണ് ഡാനി, സമയത്തിന്റെ കാര്യത്തിൽ നേരത്തെ FIR വായിച്ചപ്പോൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 2:30 എന്നുള്ളതാണ്. അതായത് പോലീസിന് ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ച സമയം 2:30 12 മണിയോടെയാണ് ഇവർക്ക് കുഞ്ഞിനെ നഷ്ടമായത്. ഇവർ ആ പരിസര പ്രദേശത്തൊക്കെ ഇവരാൽ കഴിയുന്ന രീതിയിൽ അന്വേഷണം നടത്തിയിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷെ അപ്പോഴേക്കും അത്രയും സമയം പോയി എന്നുള്ളതാണ്. 2:30 മണിക്കൂർ കൊണ്ട് സ്കൂട്ടറിൽ എത്രയോ ദൂരം അവർക്ക് പോകാം, പോലീസിന്റെ വലയത്തിൽ നിന്ന് പുറത്തേക്കൊക്കെ പോയി കാണാം എന്നൊക്കെ നമുക്ക് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ലേ നിലവിൽ? അങ്ങനെ കൃത്യസമയത്ത് പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ പോലീസിൽ വിവരം അറിയിക്കാൻ സാധിച്ചില്ല എന്നൊരാശങ്കയും കൂടി ഇല്ലേ? അല്ല, ഞാൻ അത് തന്നെയാണ് ആദ്യ ഘട്ടത്തിൽ സൂചിപ്പിച്ചത്. കാരണം ഈ സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്തരത്തിൽ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്ന സംഭവം അർദ്ധരാത്രി 12 മണിയോടെ ഉണ്ടാകുന്നു. പിന്നീട് 2:30 മാത്രമാണ് ഈ കേസ് പേട്ട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിനോടകം നഷ്ടമായ 2.5 മണിക്കൂർ, പിന്നീട് പുലർച്ചെ വരെയുള്ള സമയം. കാരണം പുലർച്ചെ മാധ്യമങ്ങളുടെ ഈ വാർത്ത ഈ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയതിനു ശേഷമാണ് കൂടുതൽ ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തി ഈ പരിശോധനകൾ വ്യാപിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ഈ 6 മണിക്കൂറിനിടയിൽ ഈ കുഞ്ഞിനെ എന്ത് സംഭവിച്ചിരിക്കാമെന്നൊരു വലിയ ചോദ്യമുണ്ട്. അത് തന്നെയാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ സമീപ ജില്ലകളിലേക്ക് കൂടി, അതിർത്തി ജില്ലകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്ന തരത്തിലേക്ക് അവരുടെ നീക്കങ്ങൾ മാറിയിരിക്കുന്നതും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അന്വേഷണത്തിൽ നിർണായകമാകുന്ന തരത്തിലുള്ള സൂചനകളൊന്നും ഇതിനോടകം നടത്തിയ പരിശോധനകളിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പോലീസ് ഉറപ്പിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, കൃത്യമായി ഈ കുട്ടിയുടെ മാതാപിതാക്കളെയും അവർക്കൊപ്പമുണ്ടായിരുന്ന മറ്റ് നാടോടി സംഘാംഗങ്ങളെയും അവരെ കൃത്യമായി പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവരിൽ നിന്ന് കാര്യമായി കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം ഒരു വശത്ത് പുരോഗമിക്കുന്നു. പക്ഷേ കാര്യമായ പുരോഗതി ഇതുവരെ നടത്തിയ ഈ 9 മണിക്കൂർ പിന്നിടുമ്പോഴും ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് ആരാണ് എന്നതിനെ സംബന്ധിച്ച വ്യക്തമായ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പോലീസ് തന്നെ ഉറപ്പിക്കുന്ന സാഹചര്യമാണ് നിലവിൽ.